അയോധ്യ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം കൂടുതൽ പ്രതിരോധത്തിലേക്ക്. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന് ഇതുവരെ വ്യക്തതയില്ല. ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്ക് വ്യത്യസ്ത നിലപാടാണെന്നതും ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയുമാണ് കോൺഗ്രസിനെ കുഴയ്ക്കുന്നത്. പങ്കെടുക്കുമോ എന്ന ചോദ്യത്തോട് മല്ലികാർജ്ജുൻ ഖർഗെ പ്രതികരിച്ചില്ല. ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന അഭിപ്രായമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക്. പക്ഷേ ദേശീയ നേതൃത്വം നിലപാടെടുക്കാത്തതിനാൽ ഇക്കാര്യം തുറന്നു പറയാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിയുന്നില്ല. बीजेपी कह रही है बीजेपी कह रही है इसलिए निकाला जा रहा है कि अयोध्या को डॉज किया जा सके। यात्रा इसलिए निकल रही है कि अयोध्या को डॉज किया जा सके। बीजेपी कह रही है രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നത് സംബന്ധിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ല, അത് അവിടെ തീരുമാനിക്കും. സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായം എന്താ കാര്യത്തിൽ? അല്ല, ഞങ്ങൾക്ക് അഭിപ്രായം ഞങ്ങളോട് ചോദിച്ചാൽ പറയും, പാർട്ടി ചോദിച്ചാൽ പറയും. പാത്രക്കാരോട് പറയേണ്ടതല്ല അത്. പാർട്ടി ചോദിച്ചാൽ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറയും. ഞങ്ങൾ KPCCയോട് അഭിപ്രായം ചോദിച്ചാൽ KPCC അഭിപ്രായം പറയും. ഇത് പറയേണ്ടുന്നത് ഞങ്ങളല്ല, അതിനെക്കുറിച്ച് പറയേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. നിങ്ങൾ ഡൽഹി പോയി ചോദിക്കുക. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ മൗനം തുടരുമ്പോൾ കെ മുരളീധരൻ നിലപാട് കടുപ്പിച്ചു. കോൺഗ്രസ് പങ്കെടുക്കരുതെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നിലപാടെന്ന് മുരളീധരൻ തുറന്നു പറഞ്ഞു. സമാന നിലപാട് തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇപ്പോൾ കോൺഗ്രസിന് പാർട്ടിക്കുള്ളിലും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുമായിട്ടും കൂടിയാലോചിച്ച് ഉചിതമായൊരു തീരുമാനം പാർട്ടിയുടെ ദേശീയ നേതൃത്വം സ്വീകരിക്കും. അതിൽ കേരളത്തിലെ പാർട്ടിയുടെ വികാരം ഞങ്ങൾ ശ്രീ KC വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കരുതെന്നാണ് കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനം. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും CPIയും കാണിക്കുന്ന പോലെ കോൺഗ്രസിന് കാണിക്കാൻ വയ്യ. കാരണം അത് രണ്ടും വിശ്വാസമില്ലാത്തവരുടെ പാർട്ടിയാണ്. ഞങ്ങളുടെ എല്ലാ വിഭാഗക്കാരും ഉണ്ട്, വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, എല്ലാ വിഭാഗക്കാരും. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് യോജിച്ച തീരുമാനം പാർട്ടി എടുക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പ്രശ്നത്തെ വൈകാരികമായി ഒരിക്കലും കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രശ്നത്തെ രാഷ്ട്രീയമായ താല്പര്യത്തിന് വേണ്ടിയോ സങ്കുചിതമായ താല്പര്യത്തിന് വേണ്ടിയോ ആരുപയോഗിച്ചു കഴിഞ്ഞാലും അത് ഈ രാജ്യത്തെ സംഘപരിവാർ ശക്തികളെ സഹായിക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് അത്തരമൊരു സംരംഭത്തിൽ ആരും ഇടപെടരുത് എന്നാണ് വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കോൺഗ്രസ് എല്ലാ കാലത്തും എല്ലാ മതങ്ങളെയും വിശ്വാസങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയ ഏക മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് ഇതിലപ്പുറം മറ്റൊരു നിലപാട് സ്വീകരിക്കാൻ സാധ്യമല്ല. കോൺഗ്രസ് വിശ്വാസികളുടെ പാർട്ടിയാണെന്നും CPM സ്വീകരിക്കുന്നത് പോലുള്ള നിലപാടെടുക്കാൻ കഴിയില്ലെന്നുമാണ് വിമർശനത്തെ പ്രതിരോധിക്കാൻ നേതാക്കളുടെ വിശദീകരണം. എന്റെ അഭിപ്രായത്തിൽ വ്യക്തികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത്, വ്യക്തികളാണ് തീരുമാനിക്കുന്നത്. ഞാനൊരു ഹിന്ദുവാണ്, പക്ഷേ ഞാനൊരു ക്ഷേത്രത്തെ കാണുന്നത് ഒരു ദൈവത്തിനെ കൈനീട്ടാനും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനും ഒരു സ്ഥലമായിട്ടാണ്. ഞാൻ ഒരിക്കലും അതിനൊരു രാഷ്ട്രീയ വേദിയായി കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ക്ഷേത്രത്തെ ഒരു രാഷ്ട്രീയ വേദി ആക്കാൻ ശ്രമിക്കുന്നവരോട് നമുക്ക് ചോദിക്കണം, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് തോന്നുന്നു ഇതിൽ രാഷ്ട്രീയത്തിൽ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആൾ പോയാലോ പോയിട്ടെങ്കിലും ഒരു രാഷ്ട്രീയ അർത്ഥമുണ്ടാകും. ഇതിനെ ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു വ്യക്തിയുടെ താല്പര്യം അനുസരിച്ച് ചെയ്യണം നല്ലത്. എന്തായാലും പാർട്ടി പ്രഖ്യാപിക്കും. അതിലൊരു പാർട്ടിയായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ടോ അതോ അവർ ഈ 3-4 നേതാക്കളെ വിളിച്ചവർ അവർക്കാണ് ഒരു വ്യക്തിപരമായിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നത്. അതും കൂടി ഡൽഹിയിൽ നിന്നൊരു പ്രഖ്യാപനം വരട്ടെ. ഇന്ന് ആക്ച്വലി അവരെന്തായാലും നാഗ്പൂരിലാണ്. ഇതിനെക്കുറിച്ച് ഒരു പക്ഷേ ചർച്ചയുണ്ടാവും. ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ നിങ്ങൾക്ക് അറിയുമല്ലോ. അസാധാരണ പ്രതിസന്ധിയാണ് കോൺഗ്രസ് നേതൃത്വം നേരിടുന്നത്. മുസ്ലിം സംഘടനകളുടെ വിമർശനവും CPM പോലുള്ള കക്ഷികൾ ഇത് രാഷ്ട്രീയ ആയുധമാക്കുന്നതിനാൽ കേരളത്തിലെ നേതൃത്വമാണ് വലിയ ആശയക്കുഴപ്പത്തിൽ പെടുന്നത്. MG മിഥുനും ഐശ്വര്യ അനിലും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ആദ്യം മിഥുനിലേക്ക് പോവുകയാണ്. മിഥുൻ, അക്ഷരാർത്ഥത്തിൽ ഒരു ത്രിശങ്കുവിൽ നിൽക്കുകയാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ എന്ന് തന്നെ പറയാം. ഇതിപ്പോൾ പങ്കെടുക്കാതിരുന്നാൽ തെരഞ്ഞെടുപ്പിൽ അടക്കം തിരിച്ചടിയാകുമോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം പ്രധാനമായും ദേശീയ കോൺഗ്രസിൽ നേരിടുന്ന ഒരു വിഷയമാണ്. എങ്ങനെയായിരിക്കാം ഈ ഒരു വിഷയത്തെ സമീപിക്കുക? രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വം കടുത്ത ആശയക്കുഴപ്പത്തിലാണ്. ഇത്തരത്തിൽ ദിഗ്വിജയ് സിംഗ് ആണ് സോണിയാഗാന്ധി ഈ ചടങ്ങിൽ ക്ഷണിച്ചു എന്നുള്ള ആദ്യ പ്രതികരണം നടത്തുന്നത്. പിന്നാലെ
സോണിയാഗാന്ധിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു പ്രതിനിധി ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അദ്ദേഹം ആദ്യ പ്രതികരണം നടത്തുന്നു. പിന്നീടാണ് വലിയ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇന്ത്യ മുന്നണി സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം തന്നെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. തൃണമൂൽ കോൺഗ്രസും CPM-ഉം ഒപ്പം തന്നെ JDU അടക്കമുള്ള പാർട്ടികൾ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. അതേസമയം SP ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ള പരസ്യ പ്രതികരണം നടത്തുകയും ചെയ്തു. ആദ്യം ശിവസേന ഇതുമായി ബന്ധപ്പെട്ട അറിയിച്ചിരുന്നത് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമെന്നായിരുന്നു. പക്ഷേ പിന്നീട് അവർ നിലപാട് മാറ്റുന്നതാണ് കാണാൻ സാധിച്ചത്. അതായത് ഇത് BJP നടത്തുന്ന ഒരു പരിപാടി മാത്രമാണുള്ളത്. BJPയുടെ പ്രകടന പത്രികയിലുള്ള വാഗ്ദാനമാണിത്. അത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ തങ്ങൾ എന്തിന് പങ്കെടുക്കണമെന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഈ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പങ്കെടുക്കാനാകില്ല എന്ന നിലപാട് ശിവസേനയും ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. इन्विटेशन को लेकर बात हो रही है। अरे राजनीति होती है, भारतीय जनता पार्टी के प्रोग्राम में कौन जाएगा? ये थोड़ी देश का राष्ट्रीय कार्यक्रम है। ये बीजेपी एक अपना खुद का उत्सव और प्रचार या सभा रैली ये कर रही है, उसमें पवित्रता कहाँ है? तो सर आप लोग इसके बाद जाएंगे? जरूर जाएंगे, क्यों नहीं जाएंगे? बीजेपी का कार्यक्रम खत्म होने के बाद जाएंगे. പക്ഷേ ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാതെ BJPയുടെ അജണ്ടയിൽ വീഴില്ല എന്നുള്ള മറുപടി മാത്രമാണ് നൽകിയത്. ഇന്ന് കോൺഗ്രസിന്റെ 139ാമത് വാർഷിക ദിനമാണ്. മെഗാ റാലി ഉൾപ്പെടെയുള്ളവ നാഗ്പൂരിൽ അരങ്ങേറാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ നാഗ്പൂരിലുണ്ടായിരുന്നു. അവിടെ വെച്ച് മാധ്യമപ്രവർത്തകരോടുള്ള ചോദ്യത്തിന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഒരു വരി പോലും അദ്ദേഹം പറയാൻ ഈ ഒരു വിഷയത്തിൽ തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ये तो स्थापना दिवस है. जब स्थापना दिवस के दिन हमारा कर्तव्य होता है कि एक बहुत बड़ी संख्या में हम मिलकर एक संदेश देना चाहते हैं देश को कि कांग्रेस पार्टी अपने विचारधारा से कभी झुकने वाले नहीं है और अपने विचारधारा से आगे बढ़ेगी. और इसके लिए हम इस नागपुर से संदेश देना चाहते हैं. 2024 का आगाज कर रहे हैं आज से, ये कह सकते हैं? ये देखो, हर चीज में इलेक्शन नहीं होता. ये तो सेलिब्रेशन है और इसमें हमारे लोगों को डेफिनेटली संदेश देंगे कि 2024 को भी हम उस दृष्टि से भी अपने को काम करना. അതേസമയം എതിർപ്പുമായി കോൺഗ്രസിൽ തന്നെ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം നിൽക്കുന്നുണ്ട്. അതായത് കോൺഗ്രസ് ഘടകവും ബംഗാൾ ഘടകവും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങിൽ ഒരു കാരണവശാലും പങ്കെടുക്കരുത് എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ച് കഴിയുകയും ചെയ്തു. അത് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് നമുക്കിനി അറിയേണ്ടതായിട്ടുള്ളത്. പക്ഷേ ഹൃദയ ഭൂമിയിലുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഈ ചടങ്ങിൽ കോൺഗ്രസ് നേതൃത്വം പങ്കെടുക്കണം, കോൺഗ്രസിന്റെ പ്രതിനിധി പങ്കെടുക്കണം എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. അതിൽ പ്രധാനമായും UP ഘടകം തന്നെയാണ് ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് UP-യിൽ നേടാനായത്. ഒപ്പം തന്നെ മധ്യപ്രദേശിൽ ആകെ 2 സീറ്റുകൾക്ക് മാത്രമാണ് നേടാനായത്. രാജസ്ഥാനിലാകട്ടെ 1 സീറ്റ് മാത്രമാണ് നേടാനായിട്ടുള്ളത്. അത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വലിയ തിരിച്ചടി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ സമീപകാലത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നാൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഭാവിയിലുണ്ടാകും. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകും. അത് വലിയൊരു അബദ്ധമായി മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് പ്രധാനമായും ഈ സംസ്ഥാനങ്ങളിലെ നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക നിലപാട് അറിയിക്കാൻ ഇതുവരെയും കോൺഗ്രസ് അധ്യക്ഷനോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കൾക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഇന്ത്യ സഖ്യത്തിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിലെ പല PCCകൾക്കും എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കാം ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം കോൺഗ്രസ് ദേശീയ നേതൃത്വം കൈക്കൊള്ളുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷേ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനം ഈ ഒരു യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനാണ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ തീരുമാനം അറിയിക്കാനാകുക. ഇന്ന് നടക്കുന്ന ഈ മെഗാ റാലിക്ക് ശേഷം തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രചാരണത്തിന് കൂടി തുടക്കം കുറിക്കാനാണ് ദേശീയ നേതൃത്വം കരുക്കൾ നീക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ രീതിയിലുള്ള തിരിച്ചടിയാകാതിരിക്കാൻ അല്ലെങ്കിൽ ഈ ആശയക്കുഴപ്പം അകറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും എന്ത് നടപടി അല്ലെങ്കിൽ എന്ത് തീരുമാനം ഇക്കാര്യത്തിൽ
കോൺഗ്രസ് ദേശീയ നേതൃത്വം സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്കിനി കണ്ടറിയേണ്ടത്.